എല്ലാവരും ഈ സീസണിൽ ടാറ്റ IPL കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാനും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ പിച്ച് റിപ്പോർട്ടും വെതറുമാണ് ഞാൻ പറയുന്നത്. പിച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത് ടിപ്പിക്കൽ ബാറ്റേഴ്സിൻ്റെ വിക്കറ്റ് ആയിരുന്നെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. സർപ്രൈസിംഗായി ടേൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്പിന്നർമാർക്ക് അത് ഗുണകരമാണ്. അതുകൊണ്ട് രാജസ്ഥാൻ ടീം ഇന്നിറങ്ങുന്നത് ഒരുപാട് മാറ്റങ്ങളോടെ ആയിരിക്കും കുറിപ്പിക്കുക. ബാംഗ്ലൂർ പക്ഷേ അത് ഒരുപാട് മാറ്റങ്ങൾ സാധിക്കില്ല. ഹെഡ്ബേറ്റർ സംഘവും വീണ്ടും ഇന്ന് വിജയിക്കാൻ ആയിരിക്കും ഇറങ്ങുക. വിജയം മുൻകൂട്ടിയായിരിക്കും ഇറങ്ങുക. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഇറങ്ങുന്ന ടീമിൽ വൈഭവ് സൂര്യവംശി ഇമ്പാക്റ്റ് അല്ലാതെ തന്നെ കളിച്ചേക്കാം എന്ന് ഞാൻ പറയും. കാരണം രാജസ്ഥാൻ്റെ സ്ഥിതികൾ ഇപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നു. ബട്ട്ലർ അല്ലാത്ത പ്ലെയർമാരും ബട്ട്ലറിനെ പോലെ ഒരു പ്ലെയർ വേണമെങ്കിൽ ദറ്റ് ഈസ് വെരി ടഫ് ഫോർ എ ടീം ടു ഗെറ്റ് ലൈക്ക് ബട്ട്ലർ പ്ലെയർ. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് ഗുണമായിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശിയും മേടിച്ചതോടുകൂടി ഇന്ന് ജയ്സ്വാളും സൂര്യവംശിയും ഓപ്പണിംഗ് ജയ്സ്വാളിൻ്റെ ഫോം നിർണായകമായിരിക്കുന്നു. ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്യും. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഇന്നത്തെ രീതിയിലാണ് കളിക്കുക എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മത്സരം അതനിവാര്യമായി വിജയിച്ച രാജസ്ഥാൻ റോയൽസിന് ഒരു ഗുണമാണ് ഞാൻ പറയും. RCB ഇന്ന് ജയിക്കാൻ സാധിച്ചേക്കും ഹോം ഗ്രൗണ്ടിൽ എന്നുള്ള ചിന്തയിൽ ഫാൻസ് കാത്തിരിക്കുമ്പോൾ RCBക്ക് അതാവുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ചിന്നസ്വാമി വിജയിക്കാൻ സാധിക്കാത്ത ടീം ഇന്ന് വിജയിച്ച് വരെ കയറുമോ? പക്ഷേ RCB ഇന്ന് തിരിച്ചെത്തുന്നത് ഒരുപാട് നല്ല രീതിയിലാണ് പറയാം. ഇതിൽ ഹെഡ് ഷോട്ട് നമ്മൾ എടുത്തു വരേണ്ടതാണ്. RCBക്ക് 36 മത്സരം കളിച്ചപ്പോൾ അതിൽ RCBക്ക് 16 രാജസ്ഥാന് 14 പക്ഷേ ഇന്ന് ജയിച്ചാൽ രാജസ്ഥാൻ അത് ഒപ്പം എത്തിക്കാൻ സാധിക്കും. സഞ്ജു സാംസൺ ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ രാജസ്ഥാൻ പരിക്കാണ്. ഇവന് ഇന്നും കളിക്കാനാവില്ല എന്നൊരു അപ്ഡേറ്റാണ് നമ്മളിപ്പോഴും അറിഞ്ഞിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് പറഞ്ഞതും അതാണ്. അതുകൊണ്ട് ഇന്നും BM ടീമിനെ നയിച്ചേക്കും എന്ന് പറയാം. പക്ഷേ ആ പിച്ച് റിപ്പോർട്ടിലും ഇതിലും ഇന്ന് മഴയ്ക്ക് ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ വേണം പറയാൻ. അവിടെ 34% 36°C സാധ്യതയില്ലാത്തത്. അതുകൊണ്ട് ഇന്ന് മഴയില്ലാത്ത മത്സരം 20 ഓവർ നിശ്ചിത ഓവർ മത്സരം നമ്മൾ കണ്ടേക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷേ ചപ്പോക്കിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരം ഏത് രീതിയിലാണ് വിജയം നേടുക എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നരുത്. ഇന്നത്തെ മത്സരം ശേഷം നടക്കുന്ന മത്സരങ്ങളിൽ നാളെ CSK വിജയിക്കുമോ അതെയോ ഹൈദരാബാദ് 2 പോയിന്റ് പിന്നെയും നേടുമോ എന്നും ചോദ്യം ഉണ്ട്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് തിരിച്ചെത്തുന്നത് ഇന്നത്തെ തിരിച്ചൊരു അതിഗംഭീരമാകും എന്ന് ഞാൻ പറയും. കാരണം വൈഭവ് സൂര്യവംശി ഇന്നത്തെ മാച്ചിങ്ങിൽ ടീമിനെ ഒരുപാട് കൂടുതലേക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവന് ഇമ്പാക്റ്റ് അല്ലാതെ ആർക്കും വേണം. പക്ഷേ ബട്ട്ലർ അതിൽ നിന്ന് പോയത് അവർക്ക് ഒരുപാട് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അത് ഗുജറാത്തിൽ കളിച്ച് 90 റണ്ണാണ് ബട്ട്ലർ നേടിയത്. തോൽവി വിജയം ഡൽഹിക്കെതിരെ നേടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡൽഹി ഇപ്പോൾ ടോപ്പ് 4 നമ്മൾ മറക്കരുത്. അതിൽ 2ാം സ്ഥാനത്ത് ഡൽഹിയും മുംബൈയും ബാംഗ്ലൂരും ഗുജറാത്തുമുണ്ട്. പക്ഷേ ഗുജറാത്തിനോട് 2 കളികൾ തോറ്റിയ ഡൽഹി ഇപ്പോഴും ഉണ്ട് ടോപ്പ് 4 നിൽക്കുകയാണ് 2ാം സ്ഥാനത്ത്. പക്ഷേ ഇന്ന് 2 തോൽവികളായ ബാംഗ്ലൂർ രാജസ്ഥാന് ഇന്ന് വിജയം അനിവാര്യമാണ്. 2 ജയവും 6 തോൽവി എന്ന ടീമാണ് രാജസ്ഥാൻ. ഇന്ന് ജയിച്ചാൽ അവർക്കത് ഗുണകരമായിരിക്കും. പ്ലേ ഓഫ് സാധ്യത റൺ റേറ്റ് കൂട്ടി പ്ലേ ഓഫ് സാധ്യതയിലേക്ക് അവർക്കെത്തും. പക്ഷേ പഞ്ചാബും ലക്നൌവിനും വിജയിക്കാൻ സാധിക്കും. മുംബൈയെ കലിനട്ടാണ് സാധിക്കാൻ അവർക്കായിരിക്കും പ്ലേ ഓഫ് സാധ്യത എന്ന് ഞാനിപ്പോൾ പറയും. പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഈ ഫോമിൽ തുടരുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഇന്നലെ കളിച്ച ഇന്നിങ്സ് അതേ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ ഇന്നിങ്സ് അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും പ്ലേ ഓഫ് കയറാൻ 6ാമത്തെ കപ്പടിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?